സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ ചേരുന്നുണ്ട്. ധന്യാരാമൻ, ഒരുപാട് സ്ത്രീധന വിഷയങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്രൂരമായൊരു മരണവും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു. കാരണം സ്വന്തം കുഞ്ഞിൻ്റെ മരണം കണ്ടതിന് ശേഷം മരണത്തിലേക്ക് പോകുന്നു. അതിൻ്റെ സത്യാവസ്ഥയെ കൂടുതൽ നമുക്കറിയില്ല. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരാനുണ്ട്. പക്ഷേ ആദ്യം മരിച്ചത് കുഞ്ഞാണ്, അതിനുശേഷമാണ് വിഭജിക മരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ സഹിച്ചൊരു പെൺകുട്ടി നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മള് ചരിത്രത്തിൽ കണ്ടിട്ടില്ല ഇതുപോലെ. കാരണം ഒരു തൊട്ടിലിന്റെ അതും കയർ ഓർത്ത് നോക്കി, കുഞ്ഞിനെ ഉറക്കുന്ന അവനെ എടുക്കുന്ന ആ തൊട്ടിലിന്റെ കയറിലാണ് ആ കുഞ്ഞിനെ കൊല്ലേണ്ടി വരുന്നത്. അപ്പം ആരാണ് കൊന്നതെന്നുള്ളത് നമുക്കിപ്പം വ്യക്തമല്ല. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാനുണ്ട്. കുഞ്ഞിനെയും അമ്മയുടെയും ബോഡി ഇവിടെ കൊണ്ടുവന്ന ശേഷം ഇവിടെ വെച്ച് വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ആ വീട്ടുകാരോ അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നവര് അത്തരത്തിൽ കളക്ടറോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. ഒരുപക്ഷെ അതിന് മുതിരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആത്മഹത്യ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല. എനിക്കിതിനെ കൊലപാതകം തന്നെയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ യങ് ഏജിൽ, ആ 30 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഒരു കുഞ്ഞുമായി നമ്മൾ എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനായിരിക്കും നോക്കുക. എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരും തലമുറ വേണമെന്നുള്ളവരും ആണല്ലോ നമ്മളെല്ലാവരും തന്നെ. ഒട്ടുമിക്ക പേരും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളൊരു വൈവാഹിക ജീവിതത്തിന് നമ്മൾ മുതിരുന്നത്. അപ്പൊ കൂടെ ഉള്ള ആളും ആ കുഞ്ഞിനെ ഒട്ടും പരിഗണിച്ചില്ല. സ്വന്തം കുഞ്ഞിനെ പോലും പരിഗണിക്കാത്ത രീതിയിൽ ഭർത്താവും ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരി ഇവരുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ പുറത്തു വിടണം. ഇവരെ പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഇവരുടെ മുഖം പുറത്തു വിടണം. ഇവരെ പിന്നെ എന്താണ് ഈ സ്ത്രീധന ആത്മഹത്യ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ തോന്നുന്നില്ല. ഈ കൊലയുടെ ഈ പ്രതികളെ കൃത്യമായിട്ട് പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ശിക്ഷാ നടപടി ഇതിനെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കണം. ഇനി കുറെ കാലം കഴിയുമ്പോൾ ഇവര് എല്ലാം ചെറുപ്പക്കാരാണ്, ചെറിയ പ്രായമാണെന്ന് കൺസിഡർ ചെയ്ത് കോടതി ഇവരെ 5 വർഷം 10 വർഷമൊക്കെ ശിക്ഷിച്ച് മാക്സിമം പോയാൽ അത്ര മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങള് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർക്കൊക്കെ അറിയാം പോയാൽ എത്ര വരെ പോകും. ഒരു പെണ്ണിനെ ഇപ്പൊ നമ്മളൊരു കത്തിയെടുത്ത് കുത്തി കൊന്നില്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയാണ് അധികം വീടുകളിലും കാണിച്ചത് നമ്മൾ കണ്ടുവരുന്നത്. അവരെ അത്രയും മെന്റലി ടോർച്ചർ ചെയ്ത് ഒറ്റപ്പെടുത്തി അവരെ അങ്ങ് ജീവിതത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞയക്കുകയാണ്. അപ്പൊ ശരിക്കും കാലന്റെ ജോലിയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക കുടുംബങ്ങളിലെയും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അവർ ചെയ്തു വരുന്നത്. അപ്പൊ ഇത് കൊലപാതകമാണോ ഇനി ആത്മഹത്യയാണോ നമുക്ക് പറയാറായിട്ടില്ല. ഇതൊക്കെ കൃത്യമായിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ. എനിക്കും ദുബായിൽ നിന്നൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യം അവര് 2 ആഴ്ച ആകുമ്പോഴത്തേക്കും റിപ്പോർട്ട് അവർ നമ്മുടെ നോർക്ക വഴി ഈ വീട്ടുകാർക്ക് കൊടുക്കും. നമ്മൾ മുമ്പേയൊക്കെ ഫോളോ അപ്പ് ചെയ്ത കേസുകളിൽ അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന ശേഷവും ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട് ഒട്ടുമിക്കവർ. അപ്പൊ നമുക്ക് കൂടുതൽ എന്താണെന്നുള്ളത് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. ഓൾറെഡി കുണ്ടറ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷവും കൂടുതൽ കാര്യങ്ങൾ തെളിവുകൾ അവർക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അപ്പൊ പോലീസ് ഇവരെയൊക്കെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് എവിഡൻസ് കളക്ട് ചെയ്ത ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ഒരു ശിക്ഷ ഇതെങ്കിലും ഒരു കുഞ്ഞും കൂടി അതിന്റെ കൂടെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത ശിക്ഷ ഇനിയൊരാൾക്ക് സ്ത്രീധനം വാങ്ങിയ ഒരു പെണ്ണിനെ കൊല്ലാനായിട്ടാണല്ലോ ഈ സ്ത്രീധനം വാങ്ങിയ ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ തന്നെ ഒരു ഒറ്റ സംശയം, അതായത് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറെ കാലങ്ങളായി ചർച്ച ചെയ്യുന്നു വിസ്മയും അത്തരത്തിൽ ഒത്തിരി പേരുകളുടെ എണ്ണം കൂടി വരികയാണ്. യഥാർത്ഥത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെ അല്ലേ ആദ്യം ശിക്ഷിക്കേണ്ടത്? എന്തിന് സ്ത്രീധനം കൊടുക്കുന്നു? ഇത്തരം പീഡനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടും എന്തിന് പെൺകുട്ടികളെ വീണ്ടും അവിടെ നിർത്തുന്നു? മാതൃകാപരമായ ശിക്ഷ നൽകുകയാണെങ്കിൽ ആദ്യം അവർക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത്? ഈ അമ്മമാരെ വിചാരിക്കും നമ്മളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ്. നെഗറ്റീവായിട്ടുള്ള ആരും മക്കളെ കെട്ടിച്ചു വിടത്തില്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ മക്കള് പിന്നെ അവിടെ സേഫ് ആയിരിക്കുന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഈ മാതാപിതാക്കൾ മക്കളെ ഇങ്ങനെ കെട്ടിച്ചു വിടുന്നത്. അപ്പം ഇങ്ങനെ മക്കളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് ഇവർക്ക് കുറെ സ്വർണം കൊടുക്കാതെ ആദ്യം ഈ പെൺകുട്ടികളുടെ പേരിൽ എവിടെയായാലും ഈ ഇന്ത്യയിൽ എവിടെയായാലും അവർക്ക് 1.5 സെന്റ് സ്ഥലവും ഒരു കുഞ്ഞു ഒരു 500 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 400 സ്ക്വയർ ഫീറ്റോ ഒരു കുഞ്ഞു സ്പേസ് അവർക്ക് എപ്പോഴും സുരക്ഷിതമായി കഴിയാൻ രീതിയിൽ ആക്കി വെക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നിയമം ഇവിടെ വേണ്ടത്. കാരണം ഒട്ടുമിക്ക പെൺകുട്ടികളും തിരിച്ചു പോകാൻ ഇടമില്ല. തിരിച്ചു പോകാൻ ഇടമില്ലാത്തവരാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അവരാരും സ്വീകരിക്കാൻ കാണില്ല. അപ്പൊ എല്ലാ മനുഷ്യരും എന്തോരം ഭൂമിയാണ് ഇവിടെ. അപ്പൊ എല്ലാ മനുഷ്യരും ഭൂമിയും സുരക്ഷിതമായി കഴിയാനുള്ള ഒരു സ്പേസുമാണ് ആദ്യം വേണ്ടത്. അത്
തരുന്ന കോൺഫിഡൻസ് ചില്ലറയല്ല. തിരിച്ചു വന്നാൽ എങ്ങോട്ട് പോകും, എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും, എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ നോക്കി, ഇത്തരം ചിന്താഗതികളാണ് ഈ മാതാപിതാക്കളെയും ഈ പെൺകുട്ടികളെയൊക്കെ ബാധിച്ചിരിക്കുന്നത്. അതിന്ന് പുറത്തു വന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം അവർക്ക് സ്കൂൾ കാലഘട്ടത്തിലെ അവർക്ക് ജീവിതത്തെക്കുറിച്ച് അവബോധം കൊടുക്കേണ്ടതാണ്. നിയമത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചും സാമൂഹിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ വൈവാഹിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ അവർക്ക് ഒരു 18 അവർ പഠനത്തിന് ശേഷം അവർക്ക് അത് ചിന്തിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയണം. അത് പഠന കാലഘട്ടത്തിൽ അതൊരു നിയമപരമായി നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരു കുട്ടിക്ക് ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ച് ജോലി കിട്ടുന്നു, അപ്പൊ തന്നെ ഒരു മനുഷ്യൻ വരുന്നു, കെട്ടിച്ചു വിടുന്നു, അവിടെ ചെന്ന് പിന്നെ ബാക്കി നമ്മൾ വേണം ഫേസ് ചെയ്യാനായിട്ട്. ജീവിതം ഇട്ടെറിഞ്ഞ് പോരുമ്പോൾ തിരിച്ച് നമ്മളെ കൂടെ ഒരു മനുഷ്യനും ഉണ്ടാവുന്നില്ല. എത്രയോ പെൺകുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. കിടക്കാൻ ഇടമില്ലാതെ, അഡ്രസ് ഇല്ലാതെയാണ്. എനിക്ക് ഞാൻ ഇടപെട്ട ഒരു കേസിൽ ഒരു പെൺകുട്ടിയെ എനിക്കൊരു തകര ഷീറ്റിനടിയിൽ നിന്നാണ് കിട്ടിയത്. ഭർത്താവ് ഉപേക്ഷിച്ച് കുഞ്ഞും മരിച്ച് അവളൊരു തകര ഷീറ്റിനടിയിലാണ് ഉണ്ടായിരുന്നത്. അവൾ ഡ്രസ്സൊക്കെ എലി കടിച്ച് ഒരു വസ്ത്രം പോലും ഇല്ലായിരുന്നു. 30 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് കേരളത്തിൽ, തിരുവനന്തപുരത്ത്. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവന്റെ അവസാനം കയ്യിൽ സ്വർണ്ണം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അവരങ്ങ് കൊന്നിടുവാണ്. മാനസികമായിട്ട് കൊന്നിട്ടാ പിന്നെ ഇവര് ഇതിന്ന് ഓവർകം ചെയ്ത് വരാൻ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ മുൻകൂട്ടി കാണണം. വരുന്നത് ഫേസ് ചെയ്യാനുള്ള ധൈര്യവും ആർജവും ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സാമ്പത്തികം എന്ന് പറയുന്ന പോലെ ലവ് ഒരു ട്രാപ്പാണോ? കാരണം ഈ മരണപ്പെട്ട വിഭജികയുടെ അമ്മ പറയുന്നുണ്ട് അവന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് അവൾ ഇത്രയേറെ സഹിച്ചതെന്ന. പക്ഷേ ഫിസിക്കലി ഒരു അമ്മായി അച്ഛൻ കൂടി തന്നെ അബ്യൂസ് ചെയ്യുകയാണെന്ന് മനസ്സിലായിട്ട് പോലും തന്റെ ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി ഒരു പെൺകുട്ടി ഇത്ര കണ്ടങ്ങോട്ട് സഹിച്ചു നിൽക്കുവോ? അതാണ് അത്. ചില പെൺകുട്ടികൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര ഇമോഷണലി അങ്ങ് അറ്റാച്ച്ഡ് ആയിപ്പം. അവൻ എത്ര ക്രൂരനാണെങ്കിലും ആ ഇമോഷണൽ അടിമയായിരിക്കാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ അടിമത്തെ ഇവൻ എന്തെങ്കിലും എന്റെ അടുത്ത് തിരിച്ചു വരും എന്നുള്ള ഒരു ഫോൾസ് ഒരു ഹോപ്പാണത്. എന്തെങ്കിലും തിരിച്ചു വരും, എന്നെയും കുഞ്ഞിനെ സ്വീകരിക്കും, എനിക്ക് ആദ്യം കിട്ടിയിരുന്ന സ്നേഹം കിട്ടും. ഒരു പെണ്ണിനെ വേണ്ടാതാവുമ്പോഴത്തേക്കും അത് വേണ്ടാന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ആ പെൺകുട്ടിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു തെറ്റ്. അവൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും ഇങ്ങനെ പോകും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് 2.5 വയസ്സാവട്ടെ എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അവൾ കുറച്ച് സമയം അവൾ ചോദിച്ചിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ സമയം പോലും അവൾക്ക് അലോ ചെയ്തില്ല. അതിനു മുമ്പ് അവൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. മാനസികമായി ഒരു തയ്യാറെടുപ്പിനായിരിക്കണം ഒരുപക്ഷെ അവൾ ആ സമയം ചോദിച്ചത്. അപ്പൊ ആ സമയം പോലും അനുവദിക്കാതെ അതിനു മുമ്പേ ഈ വക്കീൽ നോട്ടീസ് അയക്കുമ്പം അവൾക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യിക്കുന്ന രീതിയിൽ അവര് അത്രയും ശക്തമായിട്ട് പ്രഷർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഈ മരണത്തിന്റെ റീസൺ ഉണ്ട്. ആ റീസൺ ആണ് പുറത്തു വരേണ്ടത്. ഏത് നിമിഷത്തിലാണ് അവൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവളെ കൊന്നതാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ നടന്ന കേസുകളാകുമ്പോൾ അവർ കൃത്യമായിട്ട് അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടായാലും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിയമ നടപടിയാണ് ഇനി നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായും തന്നെ അതിന് വളരെ വളരെ വ്യക്തമാണ്. ഒരുപാട് വിഷയങ്ങളിലേക്കുള്ള ചർച്ചയാണ് പോകേണ്ടത് എന്ന് തോന്നുന്നു. വളരെ നന്ദി. ധന്യാരാമനാണ് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.